ഇത് എന്റെ കടമ ചെറിയമ്മേ. എന്റെ അമ്മയും എന്റെ മുത്തശ്ശനും എന്നെ പഠിപ്പിച്ചതാ ഞാൻ ചെയ്യുന്നത്. എന്നെ സ്നേഹിക്കുന്നവർ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. അത് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. മതി മതി, രണ്ടാളും സംസാരിച്ച മതി. ബാക്കിയുള്ളവരോട് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ഈശ്വര സർവമംഗളമംഗല്യേ ശിവേ സർവ്വസാധികേ ശരണ്യേ അംബികേ നാരായണ. എന്താ പാർവതി, എന്റെ അടുത്തേക്കൊന്നും ആരുതയായിട്ട് വരത്തില്ലേ? അതെന്താ ജാസ്മിനെ നിനക്ക് പെട്ടെന്നൊരു ഭക്തി? നിനക്ക് ഈ വക പരിപാടികളോടൊക്കെ വലിയ പുച്ഛമായിരുന്നല്ലോ. ഒരാളെ നന്നാവാനും സമ്മതിക്കില്ലേ ഗാർഗി? പിന്നെ ഞാൻ പാർവതിയുടെ സ്പീച്ച് കേട്ട് മനം മാറിയ ആരതി കൊണ്ട് വരാൻ പറഞ്ഞത്. അവളെപ്പോലെ നല്ല കുട്ടിയാവാനാ ഇന്നു മുതൽ എന്റെ ശ്രമം. എന്നാ നീ ഇങ്ങോട്ട് വാ. എന്തിനാ അവിടെ നിന്ന് വിളിക്കുന്നത്? എന്താ നിന്നെ അവിടെ ആണി അടിച്ചു വെച്ചിരിക്കാണോ? നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വാക്ക് തർക്കം വേണ്ട. ഞാൻ അങ്ങോട്ട് വന്നോളാം. ജാസ്മിൻ അവിടെ നിന്നോളൂ. അയ്യോ എന്താ പറ്റി? എന്റെ കാലിലെന്തോ തുളഞ്ഞു കേറി. കാല് നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടല്ലോ. അയ്യോ അയ്യോ ചെറിയമേ ചോര. ഇയാളെന്തിനാ ഇങ്ങോട്ട് വലിഞ്ഞേറി വന്നേ? പാർവതി എന്റെ അടുത്തേക്കല്ലേ വന്നേ? നിങ്ങളുടെ അടുത്തേക്ക് വരുമായിരുന്നല്ലോ. ലക്കും ലഗാനില്ലാതെ വലിഞ്ഞേറി വന്നോളും. ഞാൻ മനഃപൂർവ്വം വന്നതല്ല. പാർവതിയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിപ്പോ രക്ഷയായില്ലേ? നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് നിൽക്കാതെ എന്താ കാലി കുത്തിയെന്ന് നോക്ക്. ബ്ലഡ് പോകുന്ന കണ്ടില്ലേ? ഞാൻ പിടിക്കാം. പതുക്കെ സൂക്ഷിച്ച് ഇരിക്കണം. പതുക്കെ നോക്കട്ടെ. ഇതള്ളാണല്ലോ. ഈ പഴഞ്ചൻ പരിപാടി ആരാ ഇവിടെ ചെയ്തേ? അതന്നെ എനിക്കും അറിയേണ്ടത്. ഈ ആണി എങ്ങനെ ഇവിടെ വന്നത്? ഇത് ഓട്ടോ പിടിച്ച് വന്നൊന്നുമല്ലല്ലോ.
ആരോ മനഃപൂർവ്വം കൊണ്ടുവച്ചതാ, അതെനിക്ക് ഉറപ്പാ. കാർപ്പറ്റിനടിയിൽ ഇത് സുഖവാസത്തിന് വന്നല്ലെന്നറിയാലോ. സംശയിക്കാൻ ഒന്നുമില്ല, ഇതിന്റെ പിന്നിൽ പ്രതാപനങ്ങൾ തന്നെയാ. ഞാനോ? ഈ അള്ളി കാർപ്പറ്റിനടി കൊണ്ടുവച്ച ഞാനാണെന്നാണോ നീ പറയുന്നത്? ചേച്ചി ഇവള് പറഞ്ഞു കേട്ടില്ലേ? ഗാർഗി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. സുശീലേ, ഈ പഴഞ്ചൻ ട്രിക്കൊക്കെ പ്രതാപം മാത്രമേ ചെയ്യൂ. ഇങ്ങനെ തരം താഴ്ന്ന് ചിന്തിക്കാൻ പ്രതാപന് മാത്രമേ കഴിയൂ. അങ്ങനെ ആരുടെയെങ്കിലും കൊച്ചിന്റെ അച്ഛനാവ എന്നെ കിട്ടില്ല. എന്നെ സംശയിച്ച സ്ഥിതിക്ക് ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. വാ ചേച്ചി, മുകളിലോട്ട് പോ. ഒരു തെളിവുമില്ലാതെ ആരെയും സംശയിക്കേണ്ട കാര്യമില്ല. പെയിനുണ്ടോ? ഏതായാലും ഒരു TT എടുക്കണം. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഒന്നും വേണ്ട, ഇതിനൊക്കെയുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. എല്ലാത്തിനും നന്ദിയുണ്ട്. അല്ലെങ്കിൽ ഈ ആണി എന്റെ പാർവതിയുടെ കാലിൽ കയറേണ്ടതായിരുന്നു. ഒതിയന്നൂരമ്മ രക്ഷിച്ചു എന്ന് കരുതിയാ മതി. പതുക്കെ. സൂക്ഷിച്ചുമല്ലേ. ഇങ്ങനെ തറപ്പിച്ച് നോക്കുന്നത്? എടി നീയല്ലേടി എന്ന് ചോദിക്കുന്ന പോലെ. There you are. You know exactly what I mean. നിന്റെ പ്ലാനും മനസ്സിലായി, ആ പ്ലാൻ പൊളിഞ്ഞൊന്നും എനിക്ക് മനസ്സിലായി. ഇങ്ങനെ കൊള്ളിച്ച് പറയാതെ ഒന്ന് തെളിച്ചു പറഞ്ഞാ നന്നായിരുന്നു. അയ്യോ പാവം, ഒന്നും അറിഞ്ഞൂടാ. ഞാൻ തെളിച്ചു പറയാം. വണ്ടി പഞ്ചറാക്കി കൊള്ളയടിക്കാൻ കള്ളന്മാരെ റോഡില് അള്ളു വെക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കാർപ്പറ്റിന്റെ അടിയിൽ അള്ളു വെച്ചത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അത് നീ ആയിരുന്നു എന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായതാ. സത്യം പറയടി, നിന്റെ സംഭാവന അല്ലായിരുന്നോ ആ ആള്? അത് ആന്റി, ഞാനേ ഇത് നീ വെച്ചതല്ലേ? ഞാനാ വെച്ചത്. പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല. താങ്ക്സ് ആന്റി, ഇപ്പോഴാ ശ്വാസം നേരെയായത്. അയ്യോ, ഇത്രയും ചീപ്പായ ഒരു പഴഞ്ചൻ ഐഡിയ നീ ഇവിടെ പ്രയോഗിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എടി, നമ്മളെ ടാർഗറ്റ് ചെയ്യുമ്പോ അതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവണം. അല്ലെങ്കിൽ ചക്കിന് വെച്ചത് കൊക്കിനെ കൊള്ളൂ. പാർവതിക്ക് വെച്ചത് ചന്ദ്രന് കൊണ്ടതുപോലെ. മനസ്സിലായി. പക്ഷെ പുതിയ ഐഡിയകളൊന്നും ഇവിടെ ഏൽക്കുന്നില്ലല്ലോ ആന്റി. എല്ലാത്തിന്റെ അവസാനം എററാവും, ഇന്ന് സംഭവിച്ച പോലെ. പക്ഷെ ആന്റി, എന്റെ പ്ലാനിങ് എല്ലാം കൃത്യമായിരുന്നു. ക്ലൈമാക്സിൽ അങ്ങേര് കീറി വന്നതാകെ പ്രശ്നമായത്. കണ്ണ് കണ്ടുകൂടാത്തൊരു വയസ്സൻ വന്ന് പൊളിക്കാൻ മാത്രം വീക്കായിരുന്നു നിന്റെ പ്ലാൻ. അവളുടെ ഒരു പ്ലാനും ക്ലൈമാക്സും. അതന്നെ ആന്റി എനിക്ക് മനസ്സിലാവാത്തത്. കൃത്യസമയത്ത് കൃത്യമായ സ്ഥലത്ത് അയാൾ എങ്ങനെ വന്ന് ചവിട്ടി? ആന്റി, എനിക്ക് അയാളെ സംശയമുണ്ട്. അയാളുടെ പിറകില് എന്തൊക്കെയോ സീക്രട്സ് ഉണ്ട്. ഞാനത് കണ്ടുപിടിച്ചിരിക്കും. ഏതായാലും നിനക്ക് ഭാഗ്യമുണ്ട്. പ്രതാപനെ പോലൊരു ബലിയാടനെ കിട്ടിയതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ആ, പിന്നല്ലാതെ
ഗാർഗിയ മണ്ടനിൽ പഴിചാരിയത് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഓ, ദേ ഇതുപോലുള്ള ഐഡിയകൾ പ്രയോഗിക്കുന്നതിന് മുമ്പ് എന്റെ ഉപദേശം തേടണം ജാസ്മിൻ. പിന്നെ നിന്റെയൊക്കെ ഉപദേശം തേടുന്നതിന് പകരം കെട്ടിത്തൂങ്ങി ചാവുന്നതാ നല്ലത്. ഉപദേശം തരാൻ പറ്റിയ ഉരുപ്പടി. നീ എന്താ ആലോചിക്കുന്നേ? നെക്സ്റ്റ് ടൈം ഞാൻ ആന്റിയുടെ അഡ്വൈസ് ചോദിച്ചു മേടിച്ചിരിക്കും. ആ, ദാറ്റ്സ് മൈ സ്വീറ്റ് ജാസ്മിൻ. That's my sweet Jasmine. മോനെ വിശാൽ, അച്ഛന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിച്ച്. Many, many happy returns of the day, my boy. എന്റെ മോൻ എന്നും ഒരു രാജകുമാരനെ പോലെ സുന്ദരനായിരിക്കണം. ഈ വർഷത്തെ മോന്റെ ജന്മദിനത്തിന് അലങ്കാരമോ ആഘോഷങ്ങളോ ഒന്നുമില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ മോന്? അമ്മ മരിച്ചിട്ട് അധിക ദിവസം ആയില്ല, അതുകൊണ്ടാ. മോനെ ആ വിശാൽ, ഇങ്ങോട്ട് വന്നേ. മോനെ, അമ്മയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ പ്രാർത്ഥിക്കൂട്ടാ. ഇന്നും മോന്റെ പിറന്നാളല്ലേ, അമ്മയുടെ ആശീർവാദം വാങ്ങിക്ക്. അയ്യോ മോനെ, എന്താ മോനെ നീ കാണിച്ചത്? അമ്മയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ നമസ്കരിക്കാനല്ലേ അച്ഛമ്മ പറഞ്ഞത്? പിറന്നാൾ ദിവസമായിട്ട് നീ എന്തിനാ പ്രഭാവതിയുടെ കാല് തൊട്ട് വന്നിച്ചത്? ആ ഫോട്ടോയിലിരിക്കുന്നവരല്ല എന്റെ അമ്മ, ഇതാണ് എന്റെ അമ്മ. അയ്യോ, I hate her. വിശാൽ, നീ എന്താ ഈ പറയുന്നത്? നിനക്കെന്താടാ ഭ്രാന്ത് പിടിച്ചോ? അമ്മേ, അവൻ പറഞ്ഞത് കേട്ടില്ലേ? സർ ടെൻഷൻ ആവല്ലേ. വിശാൽ കൊച്ചുകുട്ടിയല്ലേ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞ അവൻ കേൾക്കും സർ. മോനെ വിശാൽ, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ദേ, അതാണ് മോന്റെ അമ്മ. ഞാൻ മോന്റെ വളർത്തമ്മയാ. എന്റെ കാലിലല്ല മോൻ വണങ്ങേണ്ടത്, മോന്റെ അമ്മയുടെ ആശീർവാദമാ വാങ്ങേണ്ടത്. ചെല്ലു മോനെ, മോൻ പോയി അമ്മയുടെ ആശീർവാദം വാങ്ങ. എന്നെ പറഞ്ഞു പറ്റിക്കുന്നവരോട് ഞാൻ ഒരിക്കലും പൊറുക്കില്ല. എന്റെ അമ്മ എന്നെ പറഞ്ഞു പറ്റിച്ചു.
വൈകിട്ട് വരാന്ന് പറഞ്ഞു പോയ അമ്മ പിന്നെ വന്നിട്ടില്ല. ഒരു ഫോൺ പോലും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള അമ്മയുടെ ആശീർവാദം എനിക്ക് വേണ്ട. മോനെ, എനിക്ക് ഈ അമ്മയുടെ അനുഗ്രഹം മാത്രം മതി. ഇതാ എന്റെ അമ്മ. മോനെ മോനെ മോനിങ്ങി വന്നേ. അച്ഛമ്മ മോൻ എന്താ ഉണ്ടാക്കി വെച്ചതെന്ന് നോക്കിക്കേ. മോൻ ഇഷ്ടപ്പെട്ട പായസം. എന്റെ ചക്കരക്കുട്ടൻ കഴിച്ചേ. അല്ലേ വേണ്ട, അച്ഛമ്മ കോരിത്തരാം. എനിക്ക് ആര് കോരി തന്നാലും ഞാൻ കഴിക്കില്ല. എനിക്ക് എന്റെ ഈ അമ്മ കോരി തന്നാലേ ഞാൻ കഴിക്കൂ. വിശാൽ, നീ എന്താ ഈ പറയുന്നത് നിനക്കറിയോ? നിനക്ക് എന്താ ഇത്ര വാശി? അമ്മേ, ഇവൻ പറഞ്ഞത് കേട്ടോ? എല്ലാരും കൂടി കൊഞ്ചിച്ച് അവനെ വഷളാക്കിയിരിക്കുക. നിനക്ക് നല്ല അടിയുടെ കുറവാ. അയ്യോ സർ, ഇന്ന് ബർത്ത്ഡേ ആയിട്ട് മോനെ വഴക്ക് പറയില്ലേ സർ? ദൈവകോപം കിട്ടും. അവൻ കുഞ്ഞല്ലേ, അതൊന്നും കാര്യമാക്കണ്ട. അമ്മേ, അതിങ്ങത്താ. എന്താ മോനെ, അച്ഛമ്മ മോനുണ്ടാക്കിയ പായസമല്ലേ ഇത്? മോൻ എന്താ കുടിക്കാത്തെ? ദേ, അച്ഛമ്മ മോന് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. മോന് ഞാൻ കോരിത്തരട്ടെ? കുറച്ചു ദിവസമായിട്ട് ചേച്ചി ചിന്താവിഷ്ടയാണല്ലോ. ഇത്ര ചിന്തിക്കാൻ വേണ്ടി എന്താ ഇരിക്കുന്നേ? ചിന്തിച്ച് എന്തേലും കണ്ടുപിടിക്കുവോ? മറ്റേ ആ മക്രോണി റേഡിയോ കണ്ടുപിടിച്ച പോലെ. മക്രോണി അല്ല, മാർക്കോണി. ആ അങ്ങനെയും പറയാം. ഷർട്ട്, ആഹാ, നല്ല വെള്ള ഷർട്ട് കൊള്ളാലോ. ഇതിട്ടാ ഞാൻ മണവാളനെ പോലെ ഇരിക്കും. വിശാലിന്റെ ബർത്ത്ഡേക്കിടെ ഒരു പുതിയ ഷർട്ട് വാങ്ങാൻ വേണ്ടി ഇരിക്കായിരുന്നു. ആ കാശ് എന്തായാലും ലാഭിച്ചു. ചേച്ചിക്ക് എന്നോട് ഇത്ര സ്നേഹമുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. താങ്ക് യു. പ്രതാപ, ആ ഷർട്ട് അവിടെ വെക്ക്. ഞാൻ ശരിക്കും കാണട്ടെ ചേച്ചി. നിന്നോടാ പറഞ്ഞത് ആ ഷർട്ട് അവിടെ വെക്കാൻ. എന്റെ ഇന്ന് കിഴക്ക് കിട്ടണമെങ്കിൽ മര്യാദയ്ക്ക് അതങ്ങോട്ട് വെക്ക്. ഈ ഷർട്ട് എനിക്കല്ലേ ചേച്ചി വാങ്ങിയത്, പിന്നെ ഞാനൊന്നും എടുത്ത എന്താ കുഴപ്പം? ഓ, ഷർട്ട് ചുളുങ്ങി പോകുന്നു പേടിച്ചിട്ടാണോ? അത് ശരിയാ, ബർത്ത്ഡേ ഫംഗ്ഷന് ചുളുങ്ങിയ ഷർട്ട് ഇട്ടുണ്ടോന്ന വൃത്തിയേടാ. അതിന്റെ കേട് ചേച്ചിക്ക് കൂടിയാ. എടാ മണ്ട, ആ ഷർട്ട് നിനക്കല്ല. നീ അതവിടെ വെക്ക്. എനിക്കല്ലേ, പിന്നെ ആർക്കാ? ആ, ചേച്ചി ഈ ലുക്ക് മാറ്റി ഷർട്ടും പാന്റും ഇട്ട് ഗെറ്റപ്പ് ചേഞ്ച് ചെയ്യാൻ പോവാണോ? ആ, ഒരു കൂളിംഗ് ഗ്ലാസും കൂടെ വെച്ചാൽ സൂപ്പർ ആയിരിക്കും. പൊട്ടത്തരം പറയില്ല പ്രതാപ. ഈ തടി മാത്രമേ ഉള്ളൂ, തലയിൽ ആൾ താമസമില്ല. എന്ത് ചെയ്യാനാ? എനിക്കും അല്ല ചേച്ചിക്കും അല്ല, പിന്നെ ആർക്കും ഈ വെള്ള ഷർട്ട്? അതെന്റെ പുന്നാര മോൻ വിശാലിന് അവന്റെ ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടി ഞാൻ വാങ്ങിയ ഒരു സ്പെഷ്യൽ ഡ്രസ്, പരിശുദ്ധമായ വെള്ള ഷർട്ട്. ഇതാപ്പാ നന്നായി. എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന എനിക്കൊരു ഷർട്ട് വാങ്ങി തരാതെ 24 മണിക്കൂറും കുറ്റം പറയുന്ന അവന് വാങ്ങിക്കൊടുക്കാൻ പോകുന്നു അല്ലേ? അതും ഈ വൈറ്റ് ഷർട്ട്. ചേച്ചിക്ക് എന്താ പറ്റിയേ? അല്ല, ഇനിയിപ്പോ ആ പാർവതി വല്ല കൂടത്രം ചെയ്ത് ചേച്ചിയുടെ മനസ്സ് മാറ്റിയോ? പ്രതാപ, ഞാൻ പറയുന്നത് കേൾക്ക്. ആ ഷർട്ട് അവിടെ വെക്ക്, എന്നിട്ട് ഇങ്ങോട്ട് മാറി നിൽക്ക്. എന്നെ കൊന്നാലും ശരി, ഈ ഷർട്ട് ഞാൻ തരില്ല. ചേച്ചി അവന് വേറെ വാങ്ങിക്കൊടുത്തു. ആഹാ, എനിക്കുണ്ട് വാശിയൊക്കെ. വിനാശകാലേ വിപരീത ബുദ്ധി. നിനക്ക് ചാകാൻ അത്ര കൊതിയാണെങ്കിൽ നീ അതെടുത്തോ, ഞാൻ തടയില്ല.
ചത്ത് മലർന്നു കിടക്കുന്ന പ്രതാപനെ കാണാൻ നല്ല ജയിലായിരിക്കും. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ഈ ഷർട്ടിട്ട മരിക്കുന്നു? ഇതെന്തോന്ന് ബോംബാണോ? ഒരർത്ഥത്തില് ബോംബ് പോലെ തന്നെയാ. സൈലന്റ് ബോംബ്. എന്റെ പൊന്നി ചേച്ചി ഉള്ളതുപോലെ പറ. പറയാം. ആ ഷർട്ടില് പെട്ടെന്ന് തീ പിടിക്കുന്ന തരത്തില് ഒരുതരം കെമിക്കൽസ് സ്പ്രേ ചെയ്തിട്ടുണ്ട്. വിശാൽ ഇത് ഇട്ടിരിക്കുമ്പോ ആരെങ്കിലും ബർത്ത്ഡേക്ക് മെഴുകുതിരി കത്തിച്ചാ മതി. ആ നിമിഷം തന്നെ അവന്റെ ഷർട്ടില് തീ പടരും. ആ അഗ്നിയില് അവൻ വെന്ത് വെണ്ണീറാകും. അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ ബർത്ത്ഡേ അവന്റെ ഡെത്ത് ഡേ ആവുന്നു അല്ലേ? അയ്യോ, എനിക്ക് വേണ്ട കേട്ടോ, അവൻ എന്നെ കൊടുത്തേക്ക്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവൻ കത്തിയിരുന്ന് കാണാൻ എനിക്ക് കൊതിയാവുന്ന ചേച്ചി. അല്ല, ഇത് വല്ലാത്തൊരു ട്വിസ്റ്റായി പോയല്ലോ ചേച്ചി. പെട്ടെന്ന് എന്താ വിശാലിനെ തട്ടാനൊരു പ്ലാൻ? ഇന്നലെ വരെ അവനെ കൊല്ലരുതെന്നല്ലേ ചേച്ചി പറഞ്ഞോണ്ടിരുന്നേ? പ്രതാപ, ഞാൻ അവനെ കുറച്ചു നാളായിട്ട് വാച്ച് ചെയ്യായിരുന്നു. എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ അവന് താല്പര്യം. ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ ഹിസ്റ്ററി കുത്തിപ്പൊക്കാൻ അവന്റെ ശ്രമം.